അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധരായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കുറച്ച് പറയല്ലേ. ഹബീബിൽ അലിയാം എന്നുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വിശുദ്ധമായ ഖുർആൻ പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഒരൊറ്റ അമലേ പറഞ്ഞിട്ടുള്ളൂ. ആ അമലാണ് സ്വലാത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആത്മാർത്ഥമായി സ്വലാത്ത് ചെല്ലാൻ ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹ് പറഞ്ഞതാണ്. നമ്മളുടെ അധരങ്ങളിൽ നിന്ന് ആ മീമോട് ചേരുമ്പോൾ മുഹമ്മദിലെ മൂന്നാമത്തെയും നാലാമത്തെയും അക്ഷരം ആ മീമോട് ചേരുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനെറ്റിയിൽ മുത്തുന്നത് പോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര സുന്ദരമായിരിക്കും. ഇഷ്ടം വെച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലാൻ നമ്മൾ നേരം കണ്ടെത്തണം. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് അത്രത്തോളം ഉത്കൃഷ്ടരാണെന്ന് മാത്രമല്ല, അന്തവും മുന്നമ്മബു മറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നമ്മളുടെ ഉമ്മയും ഉപ്പയും നമ്മൾക്ക് തരുന്ന ഒരു സ്നേഹമില്ലേ, ആ സ്നേഹത്തെക്കാളപ്പുറം, ആ വാത്സല്യത്തെക്കാളപ്പുറം അതെങ്ങനെയാ സംഭവിക്കുന്നത്? നാളെ മഹ്ശറാവൻ സഭയിൽ എല്ലാവരും കൈവിട്ടൊഴിയുമ്പോൾ നമ്മളെ ശഫാഅത്ത് ചെയ്യാൻ ഒരാൾ കടന്നു വരും. അത് നമ്മളുടെ നേതാവാണ്. ആ നേതാവിന് എത്ര സ്വലാത്ത് ചൊല്ലി നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ശഫാഅത്തിനുള്ള ചാൻസും കൂടുതലാണ്. ഇഷ്ടം വെച്ച് എപ്പോഴും സ്വലാത്ത് ചെല്ലുന്നവരായി നമ്മൾ മാറണം. ആ സ്വലാത്ത് ഇങ്ങനെ ജീവിതത്തിൽ അധികരിപ്പിക്കുമ്പോഴാണ് ജീവിതത്തിലെ നന്മകൾ കടന്നു വരിക, ഖൈറുണ്ടാവുക, അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. ആ റസൂലിൻ്റെ പേരിൽ എപ്പോഴും മദ്ഹ് പറഞ്ഞും ആ ഹബീബിൻ്റെ മദ്ഹിൻ്റെ ഏറ്റവും സുന്ദരമായ രൂപമായ സ്വലാത്തും ചൊല്ലി നമ്മൾക്ക് ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് നയിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.